മാന്നാർ ജയന്തി വധക്കേസിൽ പ്രതിക്ക് വധശിക്ഷ വിധിച്ച കോടതി. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മാന്നാർ ജയന്തി വധക്കേസിൽ ഭർത്താവ് കുട്ടിക്കൃഷ്ണന് വധശിക്ഷ വിധിച്ച കോടതി. മാവേലിക്കര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് പ്രതിക്ക് വധശിക്ഷ വിധിച്ചത്. പ്രതി കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് സംഭവം നടന്ന് 20 വർഷത്തിനു ശേഷം കേസിൽ വിധി വരുന്നത്. 2004 ഏപ്രിൽ 2-നാണ് ദാരുണമായ കൊലപാതകം നടന്നത്. 1.5 വയസ്സുകാരിയായ മകളുടെ മുന്നിൽ വെച്ചാണ് സംശയത്തിന്റെ പേരിൽ കുട്ടിക്കൃഷ്ണൻ ഭാര്യ ജയന്തിയെ കറിക്കത്തിയും ചുറ്റികയും ഉളിയും ഉപയോഗിച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. BSc പാസ്സായി നിൽക്കുന്ന സമയത്താണ് ഗൾഫുകാരനായ കുട്ടിക്കൃഷ്ണനുമായി ജയന്തിയുടെ വിവാഹം നടക്കുന്നത്. വിവാഹശേഷം മാന്നാർ ആലുമൂട് ജംഗ്ഷന് സമീപം വീട് വാങ്ങി ജയന്തിയുമൊത്ത് താമസം ആരംഭിച്ച കുട്ടിക്കൃഷ്ണൻ മകൾ ജനിച്ച് 1 വർഷവും 2 മാസവും കഴിഞ്ഞപ്പോഴാണ് കൊലപാതകം നടത്തിയത്. ഭാര്യയെ സംശയമായിരുന്ന കുട്ടിക്കൃഷ്ണൻ ജയന്തിയെ വീടിനുള്ളിൽ വെച്ച് കറിക്കത്തി, ഉളി, ചുറ്റിക എന്നിവ ഉപയോഗിച്ച് തലയറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. കൊലപാതകം നടത്തിയതിനു ശേഷം അടുത്ത ദിവസം രാവിലെ കുഞ്ഞുമായി മാന്നാർ പോലീസ് സ്റ്റേഷനിലെത്തി ഇയാൾ കുറ്റസമ്മതം നടത്തിയപ്പോഴാണ് നാടിനെ നടുക്കിയ അരും കൊല പുറം ലോകമറിഞ്ഞത്. തുടർന്ന് അറസ്റ്റിലായ കുട്ടിക്കൃഷ്ണൻ ജാമ്യത്തിലിറങ്ങി മുങ്ങിയതാണ് കേസിന്റെ വിചാരണ നീണ്ടുപോകാൻ ഇടയാക്കിയത്. കുട്ടിക്കൃഷ്ണൻ ജാമ്യത്തിലിറങ്ങിയതിനു ശേഷം കൊലപാതകം നടന്ന വീടും വസ്തുവും വിറ്റ പണവുമായാണ് നാടുവിട്ടത്. കേരളത്തിന് പുറത്ത് വ്യാജപ്പേരിൽ വിലസിയ കുട്ടിക്കൃഷ്ണനെ വർഷങ്ങൾ നീണ്ട അന്വേഷണത്തിന് ശേഷം 2 വർഷം മുൻപാണ് പോലീസ് പിടികൂടിയത്. കുട്ടിക്കൃഷ്ണന്റെ പ്രായവും മാതാപിതാക്കൾ ഒറ്റയ്ക്കാണെന്നതും പരിഗണിച്ച് ശിക്ഷയിൽ പരമാവധി ഇളവ് അനുവദിക്കണമെന്നായിരുന്നു പ്രതിഭാഗം വാദിച്ചത്. എന്നാൽ ഈ വാദത്തെ പ്രോസിക്യൂഷൻ എതിർക്കുകയായിരുന്നു. കുഞ്ഞിന്റെ മുന്നിൽ വെച്ച് അമ്മയെ അതിക്രൂരമായി കൊലക്കിരയാക്കിയ പ്രതി ഇളവ് അർഹിക്കുന്നില്ലെന്നും പരമാവധി ശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു.